എന്താണ് ഈ സർക്കാഡിയം വ്രതം? അതായത് ഇപ്പോൾ ഒരുപാട് ഡോക്ടേഴ്സ് ആണെങ്കിലും ഈ ഒരുപാട് പോഡ്കാസ്റ്റിൽ സംസാരിക്കുന്നുണ്ട്, ഈ സർക്കാഡിയം വ്രതം കറക്റ്റ് ചെയ്താൽ നമുക്ക് ലൈഫ് കുറച്ചുകൂടി ബെറ്റർ ആക്കാം. പക്ഷെ എന്താണ് അതെന്നുള്ളത് ഇതുവരെ ആരും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഓക്കെ, സർക്കാഡിയൻ ഋതം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ സ്ലീപ്പിൻ്റെ എന്താ പറയുക സൈക്കിളിനെയാണ് സർക്കാഡിയൻ ഋതം എന്ന് പറയുന്നത്. അതായത് നോർമലി നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഒരു 8 hours 6 to 8 hours ഓഫ് സ്ലീപ്പാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അതേപോലെ തന്നെ നമ്മളുടെ ബയോളജിക്കൽ ക്ലോക്ക് നമ്മുടെ സണ്ണിൻ്റെ, അതായത് സൂര്യൻ്റെ പ്രകാശമായിട്ട് റിലേറ്റഡ് ആണ്. അതായത് ഇരുട്ടാകുമ്പോൾ നമ്മൾ ഉറങ്ങണം. ഓക്കെ, വെളിച്ചം വരുമ്പോഴത്തേക്കും നമ്മൾ എഴുന്നേക്കണം. അതാണ് ഒരു ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റ്. അതായത് ഈ ഇലക്ട്രിസിറ്റി വന്നിട്ട് എത്ര വർഷമായി? മേ ബി ഒരു 100 വർഷമായിട്ടുണ്ടാകും. അതിന് മുമ്പ് വരെ എന്താണ് അവസ്ഥ? ഇരുട്ടാകുമ്പോഴത്തേക്കും മനുഷ്യൻ ഉറങ്ങിയിരുന്നു അല്ലേ? പക്ഷെ നമ്മളിന്ന് അത് നടക്കുന്നില്ല. ഇനി ഞാൻ ജസ്റ്റ് ഉദാഹരണം പറയാം, സർക്കാഡിയൻ ഋതത്തിൻ്റെ ഇമ്പോർട്ടൻസ്. എൻ്റെ ഒരു കൊളീഗിൻ്റെ ഹസ്ബൻഡ്, പുള്ളിക്കാരൻ ഒരു തട്ടുകട നടത്തുന്ന ആളായിരുന്നു. ഓക്കെ, പുള്ളിക്കാരൻ തട്ടുകട നടത്തിയിട്ട് പുള്ളിക്കാരൻ രാത്രി ഒരു 12 മണി 1 മണിയൊക്കെ ആകുമ്പോഴായിരിക്കും പുള്ളിയുടെ ഡിന്നർ. ഓക്കെ, പിന്നെ പുള്ളി ഉറങ്ങുന്നത് ഒരു രാവിലെ ഒരു 3 മണിയൊക്കെ ആകുമ്പോഴായിരിക്കും ഉറങ്ങുന്നത്. പക്ഷേ എന്താ പറയുന്നത്, ഒരു എന്താ പറയുക ട്രാജഡി എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഈ വ്യക്തി ഏകദേശം ഒരു 40-41 വയസ്സിൽ ഒരു സഡൻ ആയിട്ടുള്ള ഒരു മാസീവ് ഹാർട്ട് അറ്റാക്ക് വന്നിട്ട് മരിച്ചു കുറച്ച് വർഷം മുമ്പ്. ഓക്കെ, നമ്മളന്നേരം അവരുടെ ഒരു ലൈഫ് സ്റ്റൈൽ അസസ് ചെയ്ത് കഴിയുമ്പം 2 മേജർ റിസ്ക് ഫാക്ടറാണ്. ഒന്ന്, അദ്ദേഹത്തിൻ്റെ സർക്കാഡിയൻ ഋതത്തിനനുസരിച്ച് ഉറങ്ങിയില്ല, റെസ്റ്റ് ഉണ്ടായിരുന്നില്ല പ്രോപ്പറായിട്ടുള്ളത്. ഇനി അതേപോലെ തന്നെ ഡിന്നർ. സോ അങ്ങേര് ഓൾറെഡി ഒബീസ് ആയിരുന്നു. പ്ലസ് അങ്ങേരുടെ ഡിന്നർ എന്ന് പറയുന്നത് രാവിലെ ഏർലി മോർണിംഗ് 2 o'clock 3 o'clock ഒക്കെയാണ് അദ്ദേഹം ഹെവി ആയിട്ട്, അതും തട്ടുകട എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മിച്ചം വരുന്ന ഫുഡെല്ലാം മിക്കവാറും കഴിച്ചിട്ടുണ്ടാകും. സോ അതൊരു എന്താ പറയുക ഒരു റിസ്കി ബിഹേവിയറാണ്. അന്നേരം ഇത് എന്താ പറയുക സർക്കാഡിയൻ ഋതത്തിനെ എന്താ പറയുക മാറ്റുന്നൊരു സംഭവമാണ്. അതുകൊണ്ട് തന്നെയാണ് ഒരു ഹെൽത്ത് ഇഷ്യൂസ് ഉള്ള ആൾക്കാർക്ക് നമുക്ക് സർക്കാഡിയൻ ഋതം മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറഞ്ഞത് ആ ഹീലിങ്ങിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. പ്രോപ്പറായിട്ട് ഉറങ്ങുക, 8 hours ഉറങ്ങുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ.